ശ്രീ ജലീൽ പുനലൂർ. വ്യക്തമായ ഭീകരവാദ സ്വഭാവം വച്ചു പുലർത്തുന്ന സംഘടനയാണ് SDPI. SDPIയെ പിന്തുണച്ചത് ആരാണെന്നും പിന്തുണയ്ക്കുന്നത് ആരാണെന്നുമൊക്കെ PFI നിരോധനത്തിന് മുൻപേ തന്നെ വ്യക്തമായ കാര്യമാണ്. കാരണം ഈ PFI നിരോധന സമയത്ത് NIA കണ്ടെടുത്ത പല ലഘുലേഖകളിൽ നിന്നും അതോടൊപ്പം തന്നെ കിട്ടിയ തെളിവുകളിൽ നിന്നും കൃത്യമായി SDPIക്ക് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്തിരുന്നത് PFI ആണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, അവരുടെ ആശയം അവർ SDPIയിലൂടെയാണ് കേരള സമൂഹത്തിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇടതിനെയും വലതിനെയും കൈക്കലാക്കിക്കൊണ്ടിരുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഇത്തവണ UDFിനൊപ്പം, ഞങ്ങൾ ഇത്തവണ LDFിനൊപ്പം എന്ന് പറയുന്നു. അത് മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ആരെങ്കിലും ഞങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിരാകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിരിച്ചു തള്ളുന്ന ഒരു പ്രവണത, അപ്പോഴും ആ വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു മനോഭാവം, അങ്ങനെ കാലാകാലങ്ങളായി വച്ചു പുലർത്തി പോകുന്ന ആ പ്രീണന സ്വഭാവം തന്നെയല്ലേ ഇത്ര വലിയൊരു ഭീകരവാദ സ്വഭാവം വച്ചു പുലർത്തുന്ന ഒരു സംഘടന, ഒരു പാർട്ടി, അതൊക്കെ ഇങ്ങനെ കേരളത്തിൽ തഴച്ചു വളരാൻ കാരണമായതും രാജ്യത്തെ തന്നെ വിഭജിക്കുന്ന തരത്തിലേക്ക് അവരുടെ ആശയങ്ങൾ വ്യാപിപ്പിക്കാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. തീർച്ചയായിട്ടും താങ്കൾ ഈ പറയുന്ന ഈ അവതരണം കേട്ടിട്ടും ഈ ചർച്ചയിൽ പങ്കെടുത്ത മുൻ DGP സാർ അടക്കമുള്ളവരും ഒക്കെ പക്വമതിയായ BJP നേതാവിന്റെ വാക്കുകൾ കേട്ടിട്ടും എനിക്ക് ആദ്യമൊക്കെ ആശ്ചര്യമാണ് തോന്നിയത്. അവസാനം അവരുടെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് വളരെ ഭയമാണ് തോന്നുന്നത്. കാരണം ഞാൻ ഈ പ്രഭാഷണത്തിനൊക്കെ പോകുന്ന ഒരാളാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ നെറുകയിൽ സാമൂഹ്യ സുരക്ഷയും ആഭ്യന്തര സുരക്ഷയും ഒക്കെ ഉള്ള ഒരു രാജ്യത്താണ് ഞാൻ ജന്മം കൊണ്ടത്, വളരുന്നത്. ഇന്ത്യയെ പോലെ മഹത്തായ ഒരു സംസ്കാരവും നല്ല സുരക്ഷ ഒക്കെ ഉള്ള ഒരു രാജ്യം ലോകത്തിന്റെ നെറുകയിൽ നിന്ന് വേറെ ഇല്ല എന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ജനം TVയുടെ കുറെ നേരമായിട്ടുള്ള ഈ അവതരണവും അതിനു മുമ്പുള്ള വാർത്തകളും ഇപ്പൊ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ മുൻ DGP അടക്കമുള്ളവർ വന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ അഖണ്ഡത തന്നെ തകരുന്ന തലത്തിൽ ദക്ഷിണേന്ത്യയെ തന്നെ 3-4 സ്റ്റേറ്റുകൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് വെട്ടിമാറ്റി മറ്റൊരു സ്റ്റേറ്റായി ആ സ്റ്റേറ്റിന്റെ പേര് തന്നെ കണ്ടെത്തിയിരിക്കുന്നു, സ്റ്റേറ്റ് ഓഫ് ഇസ്ലാമോ മറ്റോ. ആ രീതിയിൽ ഒരു രാജ്യം വെട്ടിമുറിക്കത്തക്ക നിലയിൽ ഒക്കെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള ഒരു നിരോധിത സംഘടന ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവര് നിരവധി ക്ലാസുകൾ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ ജനം TVയും ഒഫീഷ്യലായ ജനം TVയും അതുപോലെ തന്നെ മുൻ DGP സാറുമാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ, സൈനിക പരേഡുകളിൽ ആയിരക്കണക്കായ യുവാക്കളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നൂറുകണക്കായ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ ചാവേർ ആക്രമണമൊക്കെ രാജ്യത്ത് പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടായാൽ നടത്തുന്നതിന് വേണ്ടി പ്രത്യേക സൈനിക പരിശീലനം നടത്തുന്നുണ്ട്. അതും കൂടാതെ ഏറ്റവും ഉന്നതരായ RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ നേതാക്കളെയൊക്കെ വധിക്കാൻ വേണ്ടി അവർ പ്രത്യേക ടീമിനെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് കേൾക്കുന്ന സാമാന്യ ബോധമുള്ള ഒരു മലയാളിക്ക് ബോധ്യമാകും 3-4 കൊല്ലമായിട്ട് നിരോധിക്കപ്പെട്ട ഒരു ഭീകര സംഘടന, നിങ്ങളുടെ ഭാഷയിൽ ഒരു ഭീകര സംഘടന, ഇത്രത്തോളം ആസൂത്രിതമായി രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം കഴിവുകെട്ട ഭരണകൂടമാണ്. ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയുമാണ്. രാജിവെച്ച് പുറത്തു പോകണമെന്ന് ജനം TV പറയാതെ പറയുകയാണ്. സെൽഫ് ഗോളടിക്കുകയാണ്. താങ്കൾ പറയുന്നതിൽ ഒരു ചെറിയ അവ്യക്തതയുണ്ട്. ഇത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NIA കോടതിക്ക് മുൻപാകെ PFI 20 നേതാക്കൾ, അതായത് ഇപ്പോൾ അവർ അവിടെ വിചാരണ നേരിടുകയാണ്, അതിനു മുൻപ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കപ്പെട്ട രേഖകളാണ്. ഇക്കണ്ട 2006 മുതൽ നിരോധിത സമയം വരെയുള്ള കാലയളവിൽ ഇവർ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളാണ്. അവർ ജയിലിലായതിനു ശേഷം, നിരോധിക്കപ്പെട്ടതിന് ശേഷമല്ല, നിരോധിക്കപ്പെട്ടതിന് ശേഷവും ചില സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. പിന്നെ താങ്കൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഈ ജനം TVയുടെ വാർത്ത കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് പട്യാല കോടതി എന്തോ ഒരു വിധി പ്രസ്താവിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഞാൻ വിചാരിച്ചു വിധി പ്രസ്താവിച്ചില്ലെങ്കിലും കോടതി ഒരു നിരീക്ഷണം നടത്തി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലാണ് എനിക്ക് മനസ്സിലാകുന്നത് NIA ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. NIAയും CBIയും സംസ്ഥാന പോലീസും ഒക്കെ പ്രോസിക്യൂട്ടറും ഒക്കെ ധാരാളം റിപ്പോർട്ടുകൾ കോടതിക്ക് സമർപ്പിക്കാറുണ്ട്.
പലപ്പോഴും ആ റിപ്പോർട്ടൊക്കെ പിച്ചു ചീന്തി മുഖത്തേക്ക് എറിയുന്ന ചരിത്രം കോടതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ബഹുമാനപ്പെട്ട BJP നേതാവ് വളരെ വാചാലമായി സംസാരിച്ചു. നാറാത്ത് കൂത്തുപറമ്പിലെ നാറാത്ത് കാശ്മീർ തകർക്കാൻ വേണ്ടി ആയുധ ശേഖരണം നടത്തി. ആ കേസ് എന്തായി? 10-16 കൊല്ലം കഴിഞ്ഞ് കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട്, പിന്നെ നിരപരാധികളെ വെറുതെ വിട്ടു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ വാചാലമായിട്ട് ആളുകൾക്കിടയിൽ ഭീകരമായൊരു ചിന്ത വളർത്താൻ വേണ്ടി ആസൂത്രിതമായിട്ട് പറയുന്നത് പാനായിക്കുളം കേസ്. എന്റെ ജീവിതത്തിൽ 3/4 ഭാഗവും ഞാൻ കേട്ടുമെടുത്തത് ആ പാനായിക്കുളം കേസ്. ആ കേസിലൊന്നും ഒരു അർത്ഥവും ഇല്ലെന്ന് എഴുതി തള്ളിയ കഥ ഒരു പക്ഷേ BJP നേതാവിന് അറിയില്ലെങ്കിലും കേരളത്തിന്റെ ആദരണീയനായ മുൻ DGP സാറ് പറയണ്ടേ. പിന്നൊന്ന് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അദ്ദേഹത്തിന്റെ 30ാമത്തെ വയസ്സിലെങ്ങാണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 10, 25, 26 വർഷക്കാലം ജയിലിലിട്ട് എല്ലും തോലുമായി തിരിച്ചു വിട്ടിട്ടും ഒരു പെറ്റി കേസിലെ ശിക്ഷ ഒരു 100 രൂപ അദ്ദേഹത്തിന് പെറ്റി കേസായിട്ട് പോലും ഒരു കോടതി വിധിച്ചിട്ടില്ല. ആരെ? അബ്ദുൽ നാസർ മദനിയെ. ബാംഗ്ലൂർ കേസിലും കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ. വസ്തുത ഇതായിരിക്കെ കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. BJPക്ക് വർഗീയത വളർത്തണം. ഏതെങ്കിലും രാജ്യത്ത് ജീവിക്കുന്ന സഹോദര തുല്യരായ ഒരു മതസമൂഹത്തിൽ തീവ്രവാദം വെച്ചുകൊണ്ട് ആരോപിച്ചുകൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും? നിങ്ങൾക്ക് ഞാൻ ഒന്നുറപ്പിച്ചു പറയാം, ഇന്ത്യ രാജ്യത്തെ ഞാൻ അടക്കമുള്ള ഒരൊറ്റ മുസ്ലിം വിശ്വാസിയും പോപ്പുലർ ഫ്രണ്ടിനെ അംഗീകരിക്കുന്നില്ല. RSSനെ ഈ നാട്ടിലെ മഹനീയമായ ഹൈന്ദവ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾ എങ്ങനെ വെറുക്കുന്നുവോ തത്തുല്യമായിട്ട് 0.5%, 1% ഒഴികെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഈശ്വര വിശ്വാസികൾ ഈ എല്ലാ തീവ്രവാദ വിശ്വാസികളെയും ഭീകരവാദ വിശ്വാസികളെയും ഒക്കെ തള്ളിക്കളയുന്ന ഒരു കാഴ്ചയ്ക്കാണ് മഹത്തായ ഇന്ത്യ രാജ്യം സാക്ഷ്യം വയ്ക്കുന്നത്. BJP നേതാവ് ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് NIA നൽകിയ റിപ്പോർട്ടിനെ നിരാകരിക്കുന്നത്? PFI എന്ന സംഘടന ഇത്രയും നാളും നടത്തിയ പ്രവർത്തനങ്ങൾ NIA കോടതിക്ക് മുൻപാകെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, NIA അങ്ങനെ വെറുതെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടത് നിരാകരിക്കുന്നു? PFI എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് NIA അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. NIA അങ്ങനെ ഒരുപാട് വാദങ്ങൾ നടത്തും ഒരു കേസിൽ. കോടതി വിധി പറയട്ടെ. കോടതി വിധി പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ RSS ഈ രാജ്യത്ത് 2 പ്രാവശ്യം നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ഇന്ന് അതിനെ ഭീകര സംഘടന ആളുകൾക്ക് പറഞ്ഞുകൂടെ? PFI അംഗങ്ങൾ ഉൾപ്പെട്ട കൊലപാതക കേസുകളെ കുറിച്ച് എന്താണ്, രാഷ്ട്രീയ കൊലപാതക കേസുകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയാം. 2 തീവ്രവാദ ശക്തികൾ ഏറ്റുമുട്ടി പാലക്കാട്ടും ആലപ്പുഴയിലും ചുണ്ടക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങി. അതല്ലേ അതിന്റെ സത്യം? അദ്ദേഹം എത്ര വാചാലമായിട്ടാ ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പിന്നെ ആക്രമണം നടത്തിയത്. അങ്ങനൊന്നുമല്ല. ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടതും മറ്റേ രഞ്ജിത്ത് കൊല്ലപ്പെട്ടതും ദാരുണമാണ്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ എനിക്ക് വേദനയുണ്ട്. 2 കുഞ്ഞുങ്ങൾ കരയുന്നു. ഒരു പ്രിയപ്പെട്ട സഹോദരി വിധവയാക്കപ്പെടുന്നു. അപ്പുറത്തും അത് തന്നെയാണ്. കലാപ രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ കൊലപാതകത്തോടോ ഒരു നിലയ്ക്ക് യോജിക്കാനാകില്ല. പക്ഷെ അവിടെ ആദ്യം ആരാ കൊന്നത്? RSSകാര്. പിന്നെ ആരാ കൊന്നത്? പോപ്പുലർ ഫ്രണ്ടുകാര്. രണ്ടും തെറ്റാ. പിന്നെന്താ RSS കൊല്ലാതിരുന്നേ? നേതാക്കളിലേക്ക് അത് നീളും. പിന്നെ കൊല ചെയ്യപ്പെടുന്ന സാധാരണക്കാരനായ പാവപ്പെട്ട RSSകാരനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തെ, വർഗീയ രാഷ്ട്രീയത്തെ, തീവ്രവാദ രാഷ്ട്രീയത്തെ രാജ്യം ചെറുക്കും, കേരളം ചെറുക്കും. അതുകൊണ്ട് ഏതെങ്കിലും അപഖ്യാതികൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയാക്കി പടച്ചു വിട്ടാലും BJP നേതാവ് വാദപുരാതെ ഭീകരവാദം ആരോപിച്ചാലും കേരളത്തിലും തമിഴ്നാട്ടിലും തൽക്കാലം അത് വിലപ്പോകില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും. അത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.